ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫറുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നതുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഇതിനിടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉദിച്ചുയർന്നു. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ആഗസ്റ്റ് ഓഫറും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഗസ്റ്റ് ഓഫറിൽ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ഓഫർ ചെയ്തിരുന്നത്. പക്ഷേ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഇന്ത്യക്കാർ പണ്ടേ വിട്ടുകളഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചില്ല. അപ്പോൾ ഇതിൽ നിരാശ പൂണ്ട മഹാത്മാഗാന്ധി ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അതായത് ഓരോ ദിവസം ഓരോരോ ആൾക്കാരായിട്ട് സത്യാഗ്രഹം ഇരിക്കുക. അപ്പോൾ ഗാന്ധി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് അഗസ്റ്റ് ഓഫർ ആൻഡ് ഹി ലോഞ്ച്ഡ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് വന്നിരിക്കുന്നത് ഈ ഒരു അഗസ്റ്റ് ഓഫറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, സാധാരണ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെയാണ് സത്യാഗ്രഹിക്കുക, അതായത് ഭക്ഷണം കഴിക്കാതെ തുടർച്ചയായിട്ടിരിക്കുക. അപ്പോൾ ഇതൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിലേക്ക് പോയത്. അപ്പോൾ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ വാസ് എ ലിമിറ്റഡ്, സിംബോളിക് ആൻഡ് നോൺ വയലന്റ് ഇൻ നേച്ചർ. അപ്പോൾ ഗാന്ധിജിയാണ് ഓരോ ആൾക്കാരെയായിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ സത്യാഗ്രഹയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്തത് ആചാര്യ വിനോബ ഭാവേയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ നേരെ പോയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലാക്കും. അദ്ദേഹത്തിന് 3 മാസത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. അപ്പോൾ രണ്ടാമതായിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം രണ്ടാമതും സത്യാഗ്രഹമായിരുന്നു. അദ്ദേഹത്തിനെയും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി 4 മാസം തടങ്കലിൽ പാൽപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഗാന്ധിജി കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാർ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ഏകദേശം 15 മാസത്തോളം, അതായത് 1 വർഷവും 3 മാസത്തോളം ഈ ഒരു ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കണം. അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഗസ്റ്റ് ഓഫറിന്റെ ഫെയിലിയറിന്റെ ഭാഗമായിട്ട്, ആഗസ്റ്റ് ഓഫറിനെ ഗാന്ധിജി റിജക്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിരുന്നതെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉടലെടുത്തിരുന്നു. ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറത്തേക്ക് വന്ന് പാരലലായിട്ട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, അതായത് പാശ്ചാത്യ ശക്തികളെയും ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികളെയും ഒക്കെ സഹായം തേടിയിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ഒരു മൂവ്മെന്റിലേക്കാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പോയത്. എന്താണ് ഈ ഒരു സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ 1927 മുതൽ 1938 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ യുവാക്കളുടെ ഒരു വിശ്വാസമായിരുന്നു. അതായത് യുവാക്കളെ കൂടുതലായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മാറ്റം കൊണ്ടുവന്ന നേതാവായിരുന്നു ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കളെ കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് ഒരുപാട് മൂവ്മെന്റുകളും കൊണ്ടുവന്നു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഒരുപാട് യുവാക്കളെ, അതിൻ്റെ ആ ഒരു മാസ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ 1938 സെഷനോട് കൂടിയാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ ഈ ഒരു സെഷൻ ഒന്ന് ഓർത്തു വെക്കണം, 1938 ഹരിപുര സെഷൻ. അപ്പോൾ 1938 ഹരിപുര സെഷനിൽ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സെഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിപുര സെഷൻ 1938 എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ 1938 എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കോൺഗ്രസ് മിനിസ്ട്രീസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് നോക്കാം. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അതായത് അദ്ദേഹത്തിന്റെ കീഴിലാണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് വ്യക്തി ഈ ഗാന്ധിജിയുടെ ആശയങ്ങളുമായിട്ട് വളരെ വ്യത്യസ്ത ആശയങ്ങളുള്ള ഒരാളായിരുന്നു. അതായത് ഗാന്ധിജി നോൺ വയലന്റ് മൂവ്മെന്റിലൂടെ, അതായത് ആരെയും ആക്രമിക്കാതെ അഹിംസയിലൂടെയൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരണം എന്നുള്ള, ഇന്ത്യയെ സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആശയത്തിലുള്ള ആയിരുന്നു. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് ആകട്ടെ നേരെ,
അതായത് ബ്രിട്ടൻ എങ്ങനെയാണോ ഇന്ത്യയോട് പെരുമാറുന്നത് അതുപോലെ നമ്മൾ ബ്രിട്ടനോട് പെരുമാറി ബ്രിട്ടനെ നമുക്ക് ഇവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു ആശയം, അതായത് കുറച്ചുകൂടി തീവ്രമായ ആശയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ പീസ്ഫുൾ മെത്തേഡ്സിനെ ശക്തമായിട്ട് എതിർത്തു. അപ്പം നമുക്കറിയാം ഈ ഒരു സാഹചര്യം നമുക്ക് മനസ്സിൽ കാണാൻ വേണ്ടി പറ്റും. 1938 ഹരിപുര സെഷൻ ഒരാൾ, അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കി, അതായത് അക്രമത്തിന്റെ മാർഗമെങ്കിൽ അക്രമത്തിന്റെ മാർഗം, ഏത് മാർഗം എടുത്തിട്ടും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും, മറിച്ച് സമാധാനത്തിന്റെ വഴിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവായ മഹാത്മാഗാന്ധിയും സ്വാഭാവികമായിട്ടും ക്ലാഷ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്ന് സംശയിച്ചിരിക്കുന്ന സമയം. അപ്പോൾ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയങ്ങളോടൊക്കെ ഗാന്ധിജിക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കടന്നുപോയി. ഇനി അടുത്ത സെഷൻ വന്നു 1939. അടുത്ത ഒരു വർഷം കഴിഞ്ഞു അടുത്ത സെഷൻ 1939 ത്രിപുരി സെഷൻ. ഈ ഒരു ത്രിപുരി സെഷൻ ഈ സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നു. അപ്പോൾ ഗാന്ധിജി ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ വലിയ സങ്കടത്തിലായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് പട്ടാഭി സീതാരാമയ്യയെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ ഒരു മത്സരത്തിന് അവസരമൊതുങ്ങുകയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുകയാണ്. അതായത് ഒരു സൈഡിൽ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, മറ്റേ സൈഡിൽ പട്ടാഭി സീതാരാമയ്യ ഉണ്ട്. അപ്പോൾ പട്ടാഭി സീതാരാമയ്യ ഗാന്ധിജിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്, അതായത് സമാധാനത്തിന്റെ മാർഗം. സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ബ്രിട്ടനെ പുറത്താക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇലക്ഷൻ നടന്നു, രണ്ടുപേർക്കും സപ്പോർട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു നാരോ മാർജിനിൽ, അതായത് വളരെ ചെറിയ വ്യത്യാസത്തിൽ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ആ ഒരു സെഷനിൽ തന്നെ പ്രസിഡന്റായി മാറിയെങ്കിലും നമുക്കറിയാം ഒരു നാരോ മാർജിനാണ്. നാരോ മാർജിൻ എന്ന് വെച്ചാൽ വളരെ ചെറിയ വ്യത്യാസം മാത്രം. അപ്പൊ ഈ ഒരു ചെറിയ വ്യത്യാസത്തിൽ ജയിച്ചുകൊണ്ട് ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിനെ അംഗീകരിക്കാത്ത ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഗ്രസ് സെഷനിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിന് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പ്രസിഡന്റായി ജയിച്ചു, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അംഗീകരിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹം 1939 ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ഓർത്തു വെക്കേണ്ട 1938 സെഷനിൽ ഹരിപുര സെഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് സുഭാഷ് ചന്ദ്രബോസ് മാറി. പിന്നീട് 1939 ത്രിപുരി സെഷനിൽ തെരഞ്ഞെടുത്തെങ്കിലും അന്ന് ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹം തോറ്റു. സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തില്ല, കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തുടർന്നില്ല. അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. രാജേന്ദ്ര പ്രസാദ് വന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പുറത്തു വെക്കുകയും അദ്ദേഹത്തിനെ പുറത്താക്കുകയൊക്കെ ചെയ്തു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറെയായി, നമ്മുടെ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് വേറെ. ഇതിനിടയിൽ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഒരു ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടി 1939 രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കോൺഗ്രസ് നിന്ന് പുറത്തുപോയി, ഇനി ഈ പാർട്ടിക്ക് അത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മൾക്ക് ഓർത്തു വെക്കേണ്ടത് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വെക്കണം. 1939 അതിന്റെ പതാകയാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ പതാകയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന് അരിവാളും ഒരു ചുറ്റികയും കാണാം. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നവുമായിട്ട് ബന്ധമുണ്ട്. രണ്ടാമത്തത് ഒരു കടുവയാണ്. അപ്പൊ ഈ ഒരു ചിഹ്നം ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ എന്താണ് കടുവയാണ് ചിഹ്നം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചു 1939 എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അദ്ദേഹം അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം ബ്രിട്ടീഷുകാരെ സ്വന്തം നിലയിൽ എതിർക്കാൻ വേണ്ടി തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പവർ. അപ്പോൾ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറത്തുമായി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടി എളുപ്പമായി, കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വേറെയായി, ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ആൾ വേറെയുമായി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, സുഭാഷ് ചന്ദ്രബോസിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ 1940 ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ജയിലിലൊന്നും താമസിപ്പിച്ചില്ല, അദ്ദേഹത്തെ വീട്ടിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ട് വെച്ചത്. ഹൗസ് അറസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിനെ എപ്പോഴും നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പട്ടാളക്കാരെയൊക്കെ നിയമിക്കുകയും ചെയ്തു. അതായത് കോൺസ്റ്റന്റ് സർവൈലൻസും വെച്ചു.
അപ്പോൾ 1940 അറസ്റ്റ് ചെയ്തു, വീട്ടു തടങ്കലിലായെന്ന് നമുക്ക് പറയാം. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു തടങ്കലിൽ നിന്നും 1940 രക്ഷപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം 1940 ഇതിൽ നിന്നും രക്ഷപ്പെട്ട് കൽക്കട്ടയിൽ നിന്നും നേരെ ജർമ്മനിയിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹത്തിന് അതിനുവേണ്ടി പല രാജ്യങ്ങളുടെ സഹായവും ഒക്കെ കിട്ടിയെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം നേരെ പോയത് ജർമ്മനിയിലേക്കാണ്. എന്തിനാണ് ജർമ്മനിയിൽ പോയത്? അതായത് നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ബ്രിട്ടനെ എതിർക്കുന്ന ഭാഗമാണ് ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. അപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറുടെ സഹായം തേടുക എന്നതായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ. അപ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ പോയി ഹിറ്റ്ലറെ കണ്ടു, പ്ലാൻ അവതരിപ്പിച്ചു. അപ്പോൾ ബ്രിട്ടനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഒക്കെ സഹായം തേടാമെന്നുള്ള ആശയമായി സുഭാഷ് ചന്ദ്രബോസ് കാര്യം അവതരിപ്പിച്ചു. അവരത് അംഗീകരിക്കുകയും ചെയ്തു. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും കൂടെ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ജപ്പാൻ. അപ്പോൾ ജപ്പാന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയെ കീഴടക്കുക എന്നുള്ള ആശയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനെ എതിർക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ജപ്പാന്റെ റോളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നേരെ ജപ്പാനെ കാണുന്നതിന് വേണ്ടി ബർമ്മ അല്ലെങ്കിൽ ഇന്നത്തെ മ്യാൻമാറിലേക്കാണ് വന്നത്. അപ്പോൾ മ്യാൻമാർ നമുക്കറിയാം നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ അടുത്തുള്ള രാജ്യമാണ്. അപ്പോൾ ബർമയിലേക്ക് വന്നു 1942. ഈ ഒരു ബർമയിൽ അന്ന് ജപ്പാനീസ് ആർമിയുടെ കീഴിലാണ്. അതായത് ജപ്പാനീസ് ആർമി ജപ്പാനിൽ നിന്ന് വന്നിട്ട് ബർമയൊക്കെ പിടിച്ചടക്കി ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് 1942 അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. അതായത് ഓൾറെഡി ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് ഇന്ത്യൻ സൈനികരെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരെ ജപ്പാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ബർമയിൽ. അപ്പൊ ഈ ഒരു സൈനികരെയൊക്കെ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈനികരെ ഉപയോഗിച്ച് ബ്രിട്ടനെ തോൽപ്പിക്കാമെന്നും അതുവഴി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാമെന്നുമായിരുന്നു ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ പ്ലാൻ. അപ്പൊ ഏകദേശം 20,000-ഓളം സൈനികരുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജപ്പാന്റെ കയ്യിൽ. അപ്പൊ ഈ ഒരു സൈനികരെ സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ആർമി രൂപീകരിച്ചു. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. അത് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് 1942. ആരുടെ സഹായമാണ് കിട്ടിയത്? ജപ്പാന്റെ സഹായമാണ് കിട്ടിയെന്ന് ഓർത്തോണം. ജപ്പാന്റെ സഹായത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമിയെ 1942 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചു. അപ്പോൾ അദ്ദേഹം പിന്നീട് 1933 സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ നിന്നും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ്ഷിപ്പ് സുഭാഷ് ചന്ദ്രബോസിനെ റാഷ് ബിഹാരി ബോസ് കൊടുത്തു. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചതല്ല, അതിന്റെ പ്രസിഡന്റ്ഷിപ്പ് മാത്രം. അതായത് 1943 സിംഗപ്പൂരിൽ പോയ സമയത്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുകയാണ് ചെയ്തത്. ആരാണ് കൊടുത്തത്? റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അവിടെയുള്ള ആളാണ്, ഇന്ത്യക്കാരനാണ്, പക്ഷെ അവിടെയൊക്കെ സെറ്റിൽ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഓൾറെഡി ഫോർവേഡ് ബ്ലോക്ക് പഠിച്ചു. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി പഠിച്ചു 1942. അത് ജപ്പാന്റെ സഹായത്തോടെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ്ഷിപ്പും പഠിച്ചു. ഇനി ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമീനെ ആസാദ് ഹിന്ദ് ഫൗജ് എന്നും അറിയപ്പെടുന്നത്, അതായത് നമ്മൾ ഹിന്ദിയിലേക്ക് മാറുന്ന സമയത്ത്. അപ്പോൾ അതിന്റെ സുപ്രീം കമാൻഡറായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ അവരോധിച്ചു. അപ്പോൾ നേതാവിനുള്ള രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചിരുന്നത് നേതാജി എന്നായിരുന്നു. അങ്ങനെയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന പേര് വന്നത്. അപ്പോൾ INAയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നേതാജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത്, അതിനൊരു വുമൺ റെജിമെന്റ് ഉണ്ടായിരുന്നു, അതായത് സ്ത്രീകളുടെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേരാണ് റാണി ഓഫ് ഝാൻസി. നമുക്കറിയാം ഝാൻസി റാണിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പോൾ ഝാൻസി റാണി റെജിമെന്റ് അല്ലെങ്കിൽ റാണി ഓഫ് ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു ആ ഒരു വുമൺ വിങ്ങിന്റെ പേര്. അത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വുമൺ റെജിമെന്റ് ആണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ അതിന്റെ ക്യാപ്റ്റൻസി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. അപ്പോൾ അത് പിന്നീട് അവർ ക്യാപ്റ്റൻ ലക്ഷ്മി എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ റാണി ഓഫ് ഝാൻസി എന്ന് പറയുന്ന റെജിമെന്റ് ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അതിന്റെ ക്യാപ്റ്റൻസി ഒരു വനിതക്കായിരുന്നു. ആ വനിത ലക്ഷ്മി അല്ലെങ്കിൽ ക്യാപ്റ്റൻ ലക്ഷ്മി ആണെന്നും നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ 2 സ്ലോഗൻസ് ഉണ്ട്. ഒന്ന് ജയ് ഹിന്ദ്, അതായത് പിന്നെ ഡൽഹി ചലോ. അപ്പൊ ഈ ഒരു 2 സ്ലോഗൻസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതായിട്ട് നമ്മൾ ഓർത്തു വെക്കാനുണ്ട്. ഒന്ന് ജയ് ഹിന്ദ്, രണ്ടാമത്തത് ഡൽഹി ചലോ അല്ലെങ്കിൽ ദില്ലി ചലോ. ഇങ്ങനെ 2 സ്ലോഗൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വഴി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാമെന്നുള്ള ആശയമൊക്കെ ആയിരുന്നു. പക്ഷേ ശക്തമായ മഴയും കാറ്റും ഒക്കെ കാരണം ഈ ഒരു ആർമിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റിയില്ല. പല ആൾക്കാരും അതിനിടയിൽ വെച്ച് തന്നെ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്ലാൻ അതുപോലെ നടന്നില്ല.
അതിനിടയിൽ 1945 അമേരിക്ക 2 ആറ്റം ബോംബുകൾ ജപ്പാനിൽ ഇട്ടതോടെ ജപ്പാൻ തകർന്ന് തരിപ്പണമാവുകയും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതോടെ ജപ്പാന്റെ സപ്പോർട്ട് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് കിട്ടുന്നത് ഒഴിവായി. പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയായി. അതോടെ ബ്രിട്ടീഷുകാർ ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിരുന്ന ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ആൾക്കാരെയൊക്കെ പിടിക്കുകയും അവരെയൊക്കെ പിന്നീട് ട്രയൽ ചെയ്യുകയും, അതായത് കുറ്റവിചാരണ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ പഠിച്ച കാര്യങ്ങളൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജ്, ആ പേരും കൂടി ഒന്ന് ഓർത്തു വെക്കണം. ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേരാണ്. നേതാവായി, സുപ്രീം കമാൻഡറായി, അങ്ങനെയാണ് അദ്ദേഹത്തിന് നേതാജി എന്ന് പേര് വന്നത്. അതിന്റെ വുമൻസ് റെജിമെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു വുമൻസ് റെജിമെന്റിന്റെ ഹെഡായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പൊ ആ വുമൻസ് റെജിമെന്റിന്റെ പേര് റാണി ഓഫ് ഝാൻസി എന്നായിരുന്നു. പിന്നെ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ 2 സ്ലോഗൻസ് ഉണ്ട്, അതായത് മുദ്രാവാക്യങ്ങളുണ്ട്. ഒന്ന് ജയ് ഹിന്ദ്, രണ്ടാമത്തത് ഡൽഹി ചലോ അല്ലെങ്കിൽ ദില്ലി ചലോ. അപ്പൊ ജയ് ഹിന്ദും ദില്ലി ചലോയും. പിന്നീട് 1945 ജപ്പാൻ തോറ്റു പിന്മാറിയതോടെ ഈ ഒരു INA സോൾജിയേഴ്സ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സോൾജിയേഴ്സ് ഒക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഇവരെ ട്രെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ട്രെയിൽ ചെയ്യാൻ തുടങ്ങി, അതായത് ഇവരെ കുറ്റവിചാരണ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ ഈ ഒരു കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് ആരെയാണ് കുറ്റവിചാരണ ചെയ്യുന്നത്? അതായത് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് ജപ്പാന്റെ പിടിയിലകപ്പെട്ട ആൾക്കാരാണ് ഈ ഒരു ട്രയലിന് വിധേയമാകുന്നത്. അവർ പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ വീണ്ടും ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായി എന്നുള്ള പേരിൽ. ഇതിനിടയിൽ ഇന്ത്യയിലെ നേവി ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങി കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെയാണ് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി എന്ന് വിളിക്കുന്നത്. അത് 1946 ഈ ഒരു INA ട്രയലുമായിട്ട് ബന്ധപ്പെട്ടു, അതായത് ഈ ഒരു പിടിച്ചെടുത്ത സോൾജിയേഴ്സിനെ ട്രയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി 1946 ഒന്ന് ഓർത്തു വെക്കണം. അത് ഈ ഒരു INA ട്രയൽസുമായി ബന്ധപ്പെട്ടതാണെന്നും ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു 1940 അഗസ്റ്റ് ഓഫറിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ആര് കൊണ്ടുവന്നു? മഹാത്മാഗാന്ധി കൊണ്ടുവന്നു. അതിൽ ആദ്യത്തെ ആള് ആചാര്യ വിനോബാവയാണ്, രണ്ടാമത്തെ ആള് ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്തിരുന്നു 1927. 38 പ്രസിഡന്റുമായി ഹരിപുര സെഷനിൽ. പക്ഷെ 39 വീണ്ടും ഇലക്ഷന് നിന്ന സമയത്ത് ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഇലക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഒഴിയേണ്ടതായിട്ട് വന്നു. അദ്ദേഹം പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പുറത്തേക്ക് വന്നു 1939 തന്നെ. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങി. പക്ഷെ ക്യാമ്പയിനിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ഹൗസ് അറസ്റ്റിലേക്ക് മാറ്റി. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയുടെ സഹായം, ഇറ്റലിയുടെ സഹായം, ജപ്പാന്റെ സഹായം തേടി. അങ്ങനെ 1942 ജപ്പാന്റെ സഹായം തേടി ബർമ്മയിലെത്തി. അവിടെ വെച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ജീവനക്കാരെ, അതായത് പട്ടാളക്കാരെ പിടിച്ചിരുന്നു ജപ്പാൻ. അപ്പൊ ജപ്പാന്റെ കയ്യിൽ നിന്നും ഈ ഒരു ആൾക്കാരെ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ ആക്രമിച്ച് ബ്രിട്ടനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. അതിനിടയിൽ അദ്ദേഹം സിംഗപ്പൂരിൽ പോയി അവിടെ നിന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ആരാണ് കൊടുത്തത്? റാഷ് ബിഹാരി ബോസ് ആണ് കൊടുത്തത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം അതിനൊരു വുമൻസ് റെജിമെന്റ് ഉണ്ടായിരുന്നു. അത് റാണി ഓഫ് ഝാൻസി ആയിരുന്നു. അതിന്റെ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു എന്ന് ഓർത്തുക്കണം. അദ്ദേഹത്തിന്റെ 2 മുദ്രാവാക്യങ്ങൾ ജയ് ഹിന്ദ്, രണ്ടാമത്തത് ഡൽഹി ചലോ. പിന്നീട് INA ട്രയൽസ്, അതായത് INA സക്സസ് ആയിരുന്നില്ല. ഇന്ത്യയിലേക്ക് കടക്കുന്നതിനിടക്ക് ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥ കാരണം അവർക്ക് തോൽക്കേണ്ടി വന്നു. അപ്പൊ അതിനിടയിൽ ബ്രിട്ടൻ പിടിച്ചടക്കിയതോടെ INA ട്രയൽസ്, അതായത് ഈ പിടിച്ചെടുത്ത പട്ടാളക്കാരെ ട്രയൽ ചെയ്യാൻ തുടങ്ങി, വിചാരണ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഇന്ത്യൻ നേവി, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ നേവി മ്യൂട്ടിനി, കലാപം തുടങ്ങി. അതിനെയാണ് റോയൽ ഇന്ത്യൻ നേവി മ്യൂട്ടിനി 1946 എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ 1946 എത്തിയിട്ടില്ല. ഞാൻ ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ കണ്ടിന്യൂഷൻ പറഞ്ഞിട്ട് പോയതാണ്. നമ്മൾ ഇപ്പോഴും 1940 തന്നെയാണുള്ളത്. അതിനുശേഷം എന്താണ് ഇന്ത്യയിൽ നടന്നതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.